കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തികഞ്ഞ ഉത്സാഹത്തോടും പ്രതീക്ഷയോടും കൂടെ ബൈബിൾ പഠിച്ചും ഗ്രഹിച്ചും നമ്മുടെ അമ്മമാർ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നത്തെ ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 രണ്ടാം ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അമ്മമാരെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നമ്മൾ കണ്ടു, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഓരോരോ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലും 3 ടീമുകൾ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നേ? താവളം. ഇപ്രാവശ്യത്തെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങിയത്? ഞങ്ങൾ കഴിയുന്നതും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ കയറി കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതിൽ കൂടുതൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഷാലോം ടി പ്രേക്ഷകർക്കുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങൾ ഇതിനു വേണ്ടി ബൈബിൾ ക്വിസിന് വേണ്ടി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവരും കുറച്ചും കൂടി പരസ്പരം ഒരു ബന്ധം വന്നു. പിന്നെ കൂടുതൽ ദൈവത്തിലേക്ക് ആശ്രയിക്കാനുള്ള ഒരു ചിന്ത കൂടുതൽ വന്നു. വചനം നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ആദ്യമായി നമുക്ക് ലോട്ട് എടുക്കാം. ഇവിടെ ലോട്ട് റെഡിയാണ്. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ വന്നിട്ട് ഈ ലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1ാമത്തെ ടേബിളാണ്. ഹാപ്പിയാണോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഏതാണ് ലഭിച്ചത്? ഫസ്റ്റ് തന്നെയായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾ ടേബിളിലേക്ക് പോവാം. ഓക്കെ, 1ാമത്തെ ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു. 2ാമത്തെ ടീം റെഡിയാണ്. ആരാണെന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? പരുത്തിക്കാട് ഇടവകയിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? ആദ്യം ഞങ്ങൾക്ക് ഒരു ഭയപ്പാടൊക്കെ തോന്നി, എങ്കിലും പിന്നീട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ആൻസർ ചെയ്യാനും ഇതിനൊക്കെ നല്ലപോലെ സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയും. എപ്പിസോഡുകൾ TV കണ്ടപ്പോൾ എന്തായിരുന്നു? നല്ല സന്തോഷമായിരുന്നു. എല്ലാവർക്കും, ചിലർക്കൊക്കെ അത് കാണാൻ പറ്റാതെ മിസ്സായി പോയ പോലെ തോന്നി. എത്ര കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ ഇടവകയിൽ? ഞങ്ങളവിടെ 25 ഫാമിലീസേ ഉള്ളൂ. 25 ഫാമിലീസേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് എല്ലാവരും പങ്കെടുക്കും. 25 കുടുംബാംഗങ്ങളിൽ നിങ്ങൾ 7 പേര് ഇവിടെ എത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? ഇപ്പൊ എനിക്ക് ഉണ്ടായത്, ആദ്യ കാലത്തൊന്നും എനിക്ക് ബൈബിളിനോട് വായിക്കാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള ക്വിസ് പ്രോഗ്രാമുകൾ വന്നപ്പോൾ ഇപ്പൊ ബൈബിളിന്റെ വായന, യേശുവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും യേശുവിനെ കുറിച്ച് അറിയാനും സാധിച്ചു. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഒരിക്കലും നഷ്ടമല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഔട്ടായി പോയാൽ പോലും നമുക്ക് ഇതൊരിക്കലും ഇതൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആർക്കും ഇതൊരു നഷ്ടമാകുന്നില്ല. എല്ലാവർക്കും നേട്ടം തന്നെയുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ലോട്ട് എടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്പർ 2 ആണ്. 2ാമത്തെ ടേബിളാണ് നിങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടുകൂടി അടുത്ത ടീം ആരാണെന്ന് നോക്കാം. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങള് രാജഗിരി പള്ളിക്കാരാണ്. വടക്കഞ്ചേരി ഫൊറോണയിലെ രാജഗിരി തിരുഹൃദയ പള്ളി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്?
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് 1ാം സ്ഥാനം ഒന്നാം സ്ഥാനം ലഭിച്ചായിരുന്നു. ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും നിങ്ങൾ 1ാം സ്ഥാനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്റ്റേജിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വളരെ നല്ല അനുഭവമായിരുന്നു. അച്ഛനെ കുറിച്ച് തന്നെ നേരത്തെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ വചനം പഠിച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് കുറേ വചനങ്ങൾ കൂടി പഠിക്കാൻ സാധിച്ചു. ദൈവവചനം എന്നും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തണലാണല്ലോ. കൂടുതൽ വചനം പഠിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഇപ്പോഴല്ല, ഇതിന് മുൻപേ തന്നെ വചനം മൂലമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോൾക്ക് 10th മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ, ഹോളി ഫാമിലി സിസ്റ്ററാണ്. ഇവിടെ ഒരു വചനം നമ്മൾ കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും എന്നുള്ള വചനം കൊച്ചു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മാത്സ് പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവളുടെ കൂടെ ഇരുന്ന് ഈ വചനം തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിന് നമുക്ക് B വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പബ്ലിക് എക്സാമിന് A ഉണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിനും A+ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. വചനം പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നാണ് ഈ അമ്മമാർ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ലോട്ട് എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വരാം. നിങ്ങൾക്ക് ഒരാളെടുക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു നിങ്ങൾക്ക്? 2ആയിരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ, ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മനോഹരമായ ചൈതന്യവത്താർന്ന മുഖമാണത്. ഈ മത്സരത്തിൽ നാം കാണാൻ ശ്രമിക്കുന്നതും വചനത്തിൽ അവതീർണനായിരിക്കുന്ന, വചനം മാംസമായി തീർന്ന ഈശോയാകുന്ന ദൈവത്തിൻ്റെ മുഖമാണ്. ഏവർക്കും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മത്സരം ആരംഭിക്കുകയാണ്. 3 മത്സരാർത്ഥികളാണ് നമുക്കുള്ളത്. ടീം താവളം, ടീം പരുത്തിക്കാട്, ടീം രാജഗിരി. ഇവരെ സഹായിക്കാനായി എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമുണ്ട്. 5 റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. വളരെ മനോഹരമായ ഒരു മത്സരം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഏവർക്കും വിജയാശംസകൾ. ടീം താവളം നന്നായി പഠിച്ചൊരുങ്ങിയിട്ടുണ്ടോ? നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. പരുത്തിക്കാട് പരുത്തിക്കാട് ഒരു ചെറിയ ഇടവകയാണ് അല്ലേ? നിങ്ങളെന്നാലും വളരെ ശക്തരാണ്. 2ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചു. രാജഗിരി, രാജ എന്നാണ് തുടങ്ങുന്നത് അല്ലേ? വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സാധാരണഗതിയിൽ ഒരു ചോദ്യം ലഭിക്കുന്നയാൾക്ക് മാത്രമാണ് പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്, അവരോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ, ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റിയേനെയല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ദൈവമേ ഞങ്ങൾക്ക് വന്ന് പെട്ടല്ലോ എന്നും വിചാരിക്കാറുണ്ട്. അതിനൊരു പരിഹാരമാണ് ഈ റൗണ്ട്. ഇവിടെ ചോദ്യം നേരിട്ട് കിട്ടുന്നവർക്ക് മാത്രമല്ല പോയിന്റ് നേടാവുന്നത്, കണ്ടു നിൽക്കുന്നവർക്കും പോയിന്റ് നേടാൻ പറ്റും. അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്. ചോദ്യം ഒരു ടീമിനോടായി ചോദിക്കും. അവരുത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകൾക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കടലാസിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളെ സഹായിക്കാനായി റോസലിനും ഹെമിയും നിങ്ങളുടെ അടുത്തുണ്ടാകും. ടീം താവളം, നമ്മൾ ആരംഭിക്കുകയാണ്. മത്സരത്തിൽ തന്നെ ആദ്യത്തെ ചോദ്യം നിങ്ങളുടേതാണ്. സ്കോർ ബോർഡ് തുറക്കാനുള്ള അവസരവും ഏറ്റവും മുൻപിൽ നിൽക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിങ്ങൾക്കാണ്. ചോദിക്കട്ടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചു. എവിടെയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്? പഴയ നിയമഗ്രന്ഥത്തിൽ എവിടെയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്? ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ? അത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആലോചിക്കാം. ടീം പരുത്തിക്കാടിനും രാജഗിരിക്കും ഉത്തരം എഴുതും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ? ക്യാപ് യുവർ പെൻ. ടീം താവളം, ഉത്തരം അറിയാലേ? അറിയും. നിങ്ങളുടെ ഉത്തരം തന്നെ ഇവരും എഴുതി അവർക്കും പോയിന്റ് കിട്ടിയ വിഷമമുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. ചെറിയൊരു വിഷമം പോലും ഇല്ല. എങ്കിൽ നിങ്ങളുടെ ഉത്തരം പറയും.
നിയമാവർത്തനം 8:3. ഉത്തരം ശരിയാണ്. നിയമാവർത്തന പുസ്തകത്തിലാണ്, 8-ാമത്തെ അധ്യായത്തിലാണ്. അവർ അതിന്റെ കൂടെ 3-ാം തിരുവചനത്തിലാണ് എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ടീം പരുത്തിക്കാട്, എന്താണ് നിങ്ങളുടെ ഉത്തരം? നിയമാവർത്തനം 6 എഴുതിയത്. 6 നായിപ്പോയി അല്ലേ? പോയിന്റ് തരാൻ തൽക്കാലം നിർവാഹമില്ല, നിങ്ങൾക്കറിയാം. രാജഗിരി, എന്താണ് നിങ്ങളുടെ ഉത്തരം? നിയമാവർത്തനം 8:3. നിയമാവർത്തനം 8-3. ഹിമ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ടീം രാജഗിരിക്ക് ലഭിക്കുകയാണ് തങ്ങളുടെ ആദ്യത്തെ പോയിന്റുകൾ, 20 പോയിന്റ്. അഭിനന്ദനങ്ങൾ. ടീം പരുത്തിക്കാട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. എന്തിനെക്കുറിച്ചാണ് ഈ പരാമർശം? ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. എന്തിനെക്കുറിച്ചാണ് ഈ പരാമർശം? എഴുതി. നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടല്ലേ? പറയൂ. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആകട്ടെ, അതിനുമപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഉത്തരം ശരിയാണ്. നിങ്ങളുടെ വാക്ക് അതെ എന്നുള്ളത് അതെ എന്നും അല്ല എന്നുള്ളത് അല്ല എന്നുമാകട്ടെ, അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് വചനം. നിങ്ങൾ പഠിച്ചത്. ടീം പരുത്തിക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം രാജഗിരി, നിങ്ങൾ ഉത്തരം എഴുതിയിരുന്നു അല്ലേ? ശരിയാണോ? അതെ, അതെ എങ്കിൽ പറയൂ. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കും. ഉത്തരം ശരിയാണ്. രാജഗിരി, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം താവളം, ഉത്തരം ശരിയാണോ? ശരിയാണ്. നിങ്ങളുടെ മറുപടി എന്ന് എഴുതിയത്. നിങ്ങളുടെ മറുപടി അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അങ്ങനെ എഴുതിയിരിക്കുന്നു. റോസലിൻ, അങ്ങനെ തന്നെയാണ് അല്ലേ? കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്കും കിട്ടുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്തത് ടീം രാജഗിരിക്കുള്ളതാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഹെബ്രായ ലേഖനത്തിന്റെ മുഖ്യ ഉദ്ദേശം, ഹെബ്രായ ലേഖനത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ, അതിന്റെ പർപ്പസ്, മുഖ്യ ഉദ്ദേശം എന്താണ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. അതാണ് ചോദ്യം. ഹെബ്രായ ലേഖനത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്നതാണ് ചോദ്യം. ടൈം ഓവർ. ടീം രാജഗിരി, നിങ്ങളുടെ ഉത്തരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ചാടിപ്പോകുന്ന ഓർത്തിട്ടാണോ ആദ്യം തന്നെ ഉത്തരം പറയാൻ നോക്കുന്നത്? അങ്ങനെയല്ല എങ്കിൽ ആ ഉത്തരം പറ. യഹൂദരിൽ നിന്ന് പീഡനം അനുഭവിച്ചിരുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഉപദേശിക്കുകയാണ്. ഉത്തരം ശരിയാണ്. ഹെബ്രായ ലേഖനത്തിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യഹൂദരിൽ നിന്ന് പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവർ അവർ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവാകുന്ന നിത്യപുരോഹിതനെ കുറിച്ചും ഈശോയുടെ ബലിയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ദൈവശാസ്ത്രപരമായി വിശദീകരിക്കുന്ന പൗലോസ്ലീഹായുടേതെന്ന് അറിയപ്പെടുന്ന ലേഖനമാണ് ഹെബ്രായ ലേഖനം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം രാജഗിരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം താവളം, നിങ്ങളുടെ ഉത്തരം ശരിയാണോ? എഴുതി പൂർത്തിയായില്ല. എഴുതി പൂർത്തിയായില്ല. പൂർത്തിയായി. എങ്കിലും അപൂർണമായ ഉത്തരം ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. യഹൂദ ജനതയുടെ പീഡനങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ ഉറച്ചു വരെ എഴുതിയുള്ളൂ. അത് അംഗീകരിക്കാവുന്നതാണ്. ഡോക്ടർ റോസലിൻ എന്ത് പറയുന്നു? അംഗീകരിക്കാവുന്നതാണ് അല്ലെ? അത് അംഗീകരിക്കാവുന്നതാണ്. നിങ്ങൾ അതിലേക്കാണ് വന്നത്. ഉത്തരം അതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ടീം താവളത്തിന് ലഭിക്കുന്നു 20 പോയിന്റുകൾ. പരുത്തിക്കാട്, എന്താണ് സ്ഥിതി? യഹൂദരാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഉദ്ദേശിച്ചു. ഹിമ, അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? ടീം പരുത്തിക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ 3 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് സ്കോർ ബോർഡ് തുറക്കുമ്പോൾ കാണുന്നത് എന്നാണ് നാം അന്വേഷിക്കാൻ പോകുന്നത്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം താവളത്തിന് ലഭിച്ചിരിക്കുന്നത് 70 പോയിന്റ്സ്. ടീം പരുത്തിക്കാട് നേടിയിരിക്കുന്നു 50 പോയിന്റ്സ്.
ടീം രാജഗിരി നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ ഉദ്യോഗജനകമായ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബസറമർത്തിയാണ് ആരുത്തരം പറയണമെന്ന് തീരുമാനിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിർണായകമായി തീരുന്നത് നിങ്ങളുടെ ചടുലമായ തീരുമാനമാണ്. ഉത്തരമറിയാമെന്നതുകൊണ്ട് മാത്രമായില്ല, തക്ക സമയത്ത് ബസർ ചെയ്യാൻ, അതും മറ്റുള്ളവർ ബസർ ചെയ്യുന്നതിന് മുൻപ് ചെയ്യാൻ കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ടീം രാജഗിരി, നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. താവളം, ഈ ബസർ റൗണ്ടിനെ കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് നടത്തിയത്? നന്നായി പഠിച്ചു. എങ്കിൽ നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈശോ അവരോട് ചോദിക്കുക, അവർ എവിടെയാണ്, ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിലാണ് ഇത് വായിച്ചത്? പഴയ നിയമത്തിന്റെ ഏത് പുസ്തകത്തിൽ, ഏതധ്യായത്തിലാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ വായിച്ചത്? ടീം രാജഗിരിയുടേതാണ് അവസരം. ഉറപ്പുണ്ടോ ഉത്തരത്തിന്? അധ്യായം ഓർമ്മയില്ല, പക്ഷേ പുസ്തകം നിയമാവർത്തനമാണെന്നാണ്. പുസ്തകം നിയമാവർത്തനമാണ് നിങ്ങൾ വിചാരിക്കുന്നു, ആണോ? അല്ല ടീം രാജഗിരി, ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യുന്നു ടീം താവളം. അറിയില്ല. പുറപ്പാട്. ടീം പരുത്തിക്കാട്. ലേവ്യരുടെ അല്ല. പുറപ്പാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനത്തിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. എനിക്ക് കുറച്ച് പോയിന്റ് കിട്ടാനുണ്ട്. രാജഗിരി തന്നോളൂ. രാജഗിരിയുടെ പോയിന്റുകളിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നാം പോവുകയാണ്. ചോദ്യം ഇതാണ്: ഏതു വിധത്തിലാണ് പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചത്? ടീം രാജഗിരിയാണ് ഇത്തവണയും ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ സമ്പന്നനാക്കാൻ ഉദ്ദേശിച്ചാണോ? ഉത്തരം പറയൂ. പ്രവാചകന്മാർ വഴി. പൂർണ്ണമല്ല, പൂർത്തീകരിക്കാം നിങ്ങൾക്ക് വേണം. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും. ഇപ്പോൾ പൂർണ്ണമാണ്. പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വിവിധ ഘട്ടം, എന്താണ് വിവിധ രീതി? അതിനെ കൃത്യമായിട്ട് നിർവചിക്കാൻ. വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ലോകത്തോട് മുഴുവനും വിവിധ സംസ്കാരങ്ങളിൽ ദൈവം തന്റെ നന്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ടീം രാജഗിരിക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം: അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ തൻ്റെ പുത്രനെ കുറിച്ച് പറയുന്നു: ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്ന ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ എന്തിന്റെ ചെങ്കോലാണ്? ടീം താവളം ഉത്തരം പറയും. നീതിയുടെ ചെങ്കോൽ. ഉത്തരം ശരിയാണത്. നീതിയുടെ ചെങ്കോലാണ്. ടീം താവളത്തിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ. ചോദ്യം ഇതാണ്: ദൈവം തൻ്റെ ഏകജാതനെ സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും പിന്നെ എന്തുമാണ്? ടീം പരുത്തിക്കാടാണ് അല്ലെ? ടീം പരുത്തിക്കാട്, നിങ്ങളുടേതാണ് അവസരം. സത്തയുടെ മുദ്രയുമാണ്. ഉത്തരം ശരിയാണ്. സത്തയുടെ മുദ്രയുമാണ് എന്നാണത്. ടീം പരുത്തിക്കാട്, നിങ്ങൾ കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ എന്താണ് സ്കോർ നില എന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്, നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും കാണും. ടീം താവളം 100 പോയിന്റ്, ടീം പരുത്തിക്കാട് 80 പോയിന്റ്, ടീം രാജഗിരി 90 പോയിന്റ്.
നമ്മൾ പോവുകയാണ് മൂന്നാമത്തെ റൗണ്ടിലേക്ക്. വിഷ്വൽ റൗണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ ദൃശ്യം ചോദ്യം ചോദിക്കുന്ന റൗണ്ടാണ്. നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ നൽകപ്പെടുന്ന ചിത്രം ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറയുക. ടീം പരുത്തിക്കാട്, നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ നോക്കി പഠിച്ചായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമോ? ആണോ? എവിടെ നിന്നൊക്കെയാണ് ചിത്രം വരാൻ സാധ്യതയുള്ളത്? ശാലോം, സൺഡേ ശാലോമിൽ നിന്ന് വരും. പിന്നെ ബൈബിളായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വരാൻ സാധ്യതയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം, ചിത്രത്തിലെ സംഭവം തിരിച്ചറിയുക. പിശാച് യേശുവിനെ മലമുകളിലേക്ക് കൊണ്ടുപോയത് പരീക്ഷിക്കാനായി. കൃത്യമല്ല എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഒന്നുകൂടെ ശ്രമിക്കാം. മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം യേശുവിനെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടീം രാജഗിരി. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. എന്തുകൊണ്ടാണ് അത് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ ഇവർക്ക് മാർക്ക് കൊടുക്കാത്തത്? പിശാചിന്റെ കയ്യില് ആ കല്ലിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് അത് പറയാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരു കല്ല് നീട്ടിപ്പിടിച്ചിട്ടാണ് പിശാച് നിന്നത്. സ്വാഭാവികമായും ഈ കല്ലെടുത്ത് നീ അപ്പമാക്കൂ എന്ന് പറയാമായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു അവസരം കൂടെ തന്നത്, ഒന്നുകൂടെ ഒന്നോർത്ത് ക്രമീകരിക്കാം, ഒന്നുകൂടെ ശരിയാക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. ടീം രാജഗിരി അത് ചെയ്തു. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ ടീം രാജഗിരി. എല്ലാവർക്കും കിട്ടിയ പടത്തിന്റെ പോയിന്റാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് നേരിട്ട് ചിത്രത്തിന്റെ ചോദ്യം വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് നമുക്ക് തന്നെ ധാരണയില്ലാതിരിക്കുകയാണ്. നമുക്ക് നോക്കാം ചോദ്യം. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? പത്രോസിനുണ്ടായ ദിവ്യാനുഭൂതിയാണെന്നാണ്. ഉത്തരം ശരിയാണ്. വിശുദ്ധ പത്രോസിനുണ്ടാകുന്ന ദിവ്യാനുഭൂതി, ആ ദർശനമാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. എന്താണ് ആ ദർശനം എന്ന് പറയാമോ? വിരുപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്നത് കണ്ടു. ഭൂമിയിലെ നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവകളും അതിലുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, പത്രോസെ എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് എന്താ പറഞ്ഞത്? മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വരം വീണ്ടും പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചവയെ നീ മലിനം. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവർ ദൈവത്തിന് സ്വീകാര്യരാണെന്നാണ് പത്രോസിന് അതിൽ നിന്ന് മനസ്സിലായതെന്നാണ്. ഉത്തരം ഏതാണ്ട് ശരിയാണ്. അതായത് അതിൻ്റെ സാഹചര്യം ഇതാണ്, കോണ്ടെക്സ്റ്റ് ഇതാണ്. യഹൂദ വംശത്തിലേക്കാണ് ഈശോ വന്നത്. യഹൂദരാണ് ഈശോയെ കാത്തിരുന്നത്. വിശുദ്ധ പത്രോസും ഒരു യഹൂദ വംശജനായിരുന്നു. അതിനുശേഷം പൗലോസ്ലീഹ വിജാതിരുടെ അടുത്തേക്ക് സുവിശേഷവുമായി പോയി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈശോയുടെ സുവിശേഷം വിജാതിയർക്ക് നൽകണമോ വേണ്ടയോ എന്നൊരു വലിയ തർക്കം അവരുടെ ഇടയിലുണ്ടായി. അത് യഹൂദർക്ക് മാത്രമുള്ളതല്ലേ എന്നായിരുന്നു ചോദ്യം. പത്രോസും ഒരു പരിധി വരെ അങ്ങനെ വിചാരിച്ചിരുന്നു. ഇത് യഹൂദർക്ക് വേണ്ടിയാണ് ഈശോ വന്നത്, രക്ഷ യഹൂദർക്കുള്ളതാണെന്ന് വിശുദ്ധ പത്രോസും ധരിച്ചിരുന്നു. അതിനെ കർത്താവ് മാറ്റുകയാണ്. യഹൂദരെ സംബന്ധിച്ച് അവരുടെ ഭക്ഷണത്തിൻ്റെ നിയമങ്ങളുണ്ട്. കുളമ്പുള്ളതിനെ ഭക്ഷിക്കില്ല, അങ്ങനെയൊക്കെയുണ്ട്. ശുദ്ധം അശുദ്ധം അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ദൈവം ഈ ദർശനത്തിലൂടെ പത്രോസിനോട് പറയുകയാണ്, നിനക്കുള്ളതാണ് ഇവർ മുഴുവനും, സകല ജനവും നിനക്കുള്ളതാണ്, യഹൂദർ മാത്രമല്ല വിജാതിയരും ഒക്കെ നിനക്കുള്ളതാണ് എന്ന് വിശുദ്ധ പത്രോസിനെ, ആദ്യത്തെ മാർപ്പാപ്പയെ ദൈവം പഠിപ്പിക്കുന്ന ദർശനമാണത്. ഉത്തരം ശരിയാണ് ടീം രാജഗിരി. നിങ്ങൾ കരസ്ഥമാക്കുകയാണ് 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം താവളത്തിനുള്ളതാണ്. നിങ്ങളും ഈ ചിത്രങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? ചോദിച്ചത് കാണിച്ചതൊക്കെ മനസ്സിലായിരുന്നു. ഇതുവരെ കണ്ടതൊക്കെ കിട്ടുമായിരുന്നു. അതുവല്ലോ നമ്മളോട് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ? മതിയായിരുന്നു. സാരമില്ല, ഇതിനൊരു ക്രമമുണ്ട് അല്ലേ? ആ ക്രമത്തിലാണ് ഇത് വരിക. നമുക്ക് നോക്കാം നിങ്ങളുടെ ചോദ്യം. എന്താണ്
ഈ ചിത്രത്തിൽ കാണുന്നത് വെളിപാട് പുസ്തകം 15:7 പ്രതിപാദിക്കുന്ന ഈ ദർശനം എന്താണ്? വെളിപാട് പുസ്തകം 15:7 പരാമർശിക്കുന്ന ഈ ദർശനം എന്താണ്? ജീവികളിൽ 4 ജീവികളിൽ ഒരു ജീവി ദൈവത്തിന്റെ ക്രോധം നിറച്ച പൊൻകലശങ്ങൾ നൽകുന്നത്. ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞേ. 4 ജീവികളിൽ ഒരു ജീവി ദൈവത്തിന്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ ദൂതന് നൽകുന്ന ചിത്രം. 7 ദൂതന്മാർക്ക് കൊടുക്കുന്നതാണ് അല്ലെ? 7 ദൂതന്മാർ 7 സഭകളെ സൂചിപ്പിക്കുന്നതാണ്. ക്രോധം നിറച്ച പാനപാത്രം കൊടുക്കുന്നതാണ്. 4 ജീവികളിൽ ഒന്ന്, അതെന്താ? 4 സുവിശേഷകന്മാർ. 4 ജീവികൾ 4 സുവിശേഷങ്ങളാണ്. ഈ ചിത്രത്തിൽ കണ്ട ജീവി ഏതാണ്? സിംഹത്തെ പോലെ ശക്തമായി സുവിശേഷം അവതരിപ്പിക്കുന്ന വിശുദ്ധ മർക്കോസിനെ പ്രതിനിധീകരിക്കുന്നതാണ് ആ ചിത്രം. ടീം താവളം, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങൾ കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിന് മാത്രമുള്ളതാണ്. നിങ്ങളോടാണ് ചോദ്യങ്ങൾ. നിങ്ങളും തയ്യാറാണ് അല്ലേ? ടീം പരുത്തക്കാർ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. റെഡിയാണോ? റെഡിയാണ്. ചിത്രം. വടക്കൻ ഇറ്റലിയിലെ ബെല്ലൂനോ പ്രൊവിൻസിൽ ജനിച്ച് 1978 ഓഗസ്റ്റ് 26 കത്തോലിക്ക സഭയുടെ പരമാചാര്യനായി ഉയർത്തപ്പെട്ടു. 1978 സെപ്റ്റംബർ 28 ഹൃദയാഘാതത്തെ തുടർന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഈ പാപ്പ 2003 ദൈവദാസ പദവിയിലേക്കും 2017 ധന്യൻ പദവിയിലേക്കും ഉയർത്തപ്പെട്ടു. 2022 സെപ്റ്റംബർ 4 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയരുന്ന പുഞ്ചിരിക്കുന്ന പാപ്പ എന്നറിയപ്പെടുന്ന 33 ദിവസം മാത്രം സഭയെ നയിച്ച ഈ മാർപ്പാപ്പ ആരാണ്? ജോൺ പോൾ ഒന്നാമൻ. ഉത്തരം ശരിയാണത്. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ്. ടീം പരുത്തിക്കാർ, നിങ്ങൾ നേടുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം രാജഗിരി, നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത്. നിങ്ങൾക്ക് ഈ ചിത്രങ്ങളുള്ള ചോദ്യങ്ങൾ ഇഷ്ടമാണോ? അതെ, നല്ല ഇഷ്ടമാണ്. എവിടെന്നാ വരിക എന്ന് വല്ല പിടിപാടുണ്ടോ? സൺഡേ ശാലോമിന്ന് വരും തോന്നുന്നു, അല്ലെങ്കിൽ സൺഡേ ശാലോമെന്ന് വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബൈബിളിൽ നിന്ന്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിത് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിനായിട്ട്. കുറച്ചും കൂടെ സമയം കണ്ടെത്തി. കഴിഞ്ഞ റൗണ്ടിനേക്കാളും കുറച്ചധികം സമയം കണ്ടെത്തി ഞങ്ങൾ പഠിക്കാനിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം നിങ്ങളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ആദ്യത്തെ മത്സരം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റൗണ്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ടെൻഷൻ കുറഞ്ഞു. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ശരി, നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇനി. ചെക്ക് റിപ്പബ്ലിക്കിൽ ജനിച്ച് കാനഡയിൽ വളർന്ന ജസ്യൂട്ട് സഭാംഗമായ കർദിനാൾ, കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായുള്ള അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ ഫ്രാൻസിസ് പാപ്പ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ തലവനായി നിയമിച്ചു. ആരാണ് ഈ കനേഡിയൻ കാർഡിനൽ? കർദിനാൾ മൈക്കൽ സെർണി. ഉത്തരം ശരിയാണത്. കർദിനാൾ മൈക്കൽ സെർണിയാണ്. ടീം രാജഗിരി, നിങ്ങൾ കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനം. താവളം, നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. എവിടെ നിന്നായിരിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബൈബിളിൽ നിന്നോ സൺഡേ ശാലോമിന്നോ? ഈ 2 സാധ്യതകളാണുള്ളത്. CCCL ചിത്രമൊന്നും ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങളുടെ വിചാരം, ആണോ? അതെ, അങ്ങനെയാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളുടെ വിചാരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ചിത്രം. ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ, അതിനർഹനായ കർദിനാളാണിത്. മതാന്തര സംവാദത്തിനായുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ക്രൈസ്തവ മുസ്ലിം ഐക്യം ബലപ്പെടുത്താൻ നടത്തിയ നിർണായക ഇടപെടലുകൾക്കാണ് ഈ ബഹുമതി. ഇദ്ദേഹം ആഫ്രിക്കയെ സുവിശേഷവൽക്കരിക്കുവാൻ വേണ്ടി ആരംഭിച്ച സൊസൈറ്റി ഓഫ് അപ്പസ്റ്റോളിക് ലൈഫ് എന്ന സംഘടനയിലെ അംഗം കൂടിയാണ്. ആരാണ് ഈ കർദിനാൾ? മൈക്കിൾ ഫിറ്റ്സ് ജെറാൾഡ്. ഉത്തരം ശരിയാണത്. കർദിനാൾ മൈക്കിൾ ഫിറ്റ്സ് ജെറാൾഡ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട കർദിനാൾ. ടീം താവളം, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വന്നു അല്ലേ? നിങ്ങൾക്കും ലഭിക്കുകയാണ് 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യം കൂടി കഴിയുമ്പോൾ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. പോയിന്റ് നില, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാനം അത് മാറി മറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വിഷ്വൽ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ടീം താവളം നേടിയിരിക്കുന്നത് 160 പോയിന്റ്സ്, ടീം പരുത്തിക്കാട് നേടിയിരിക്കുന്നത്
110 പോയിന്റ്സ്. ടീം രാജഗിരി നേടിയിരിക്കുന്നത് 170 പോയിന്റ്സ്. ആകാംക്ഷാഭരിതമാണ് നിമിഷങ്ങൾ. നിങ്ങൾ അല്പം ഉത്കണ്ഠാകുലരാണ് എന്നും എനിക്കറിയാം. അതുകൊണ്ട് രസകരമായ ഒരു റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ നിധി ദൈവവചനം തന്നെയാണ്. വചനമാകുന്ന നിധി, വയലിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന നിധി, അത് കണ്ടെത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ടം ഇങ്ങനെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്ത് നിന്ന് ഞാനൊരു വചനം നിങ്ങളോട് പറയും. ഞാൻ ആ വചനം പറയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാം. വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്ക് തുറക്കാം, ഞാൻ പറഞ്ഞ വചനം എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാം, എന്നിട്ട് അതിൽ വിരൽ തൊടാം, എന്നിട്ട് ഞാൻ പറഞ്ഞ വചനത്തിൻ്റെ തൊട്ട് മുൻപുള്ള വചനം നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ കൃത്യമായി ആ വചനഭാഗം ലൊക്കേറ്റ് ചെയ്യുകയും സ്ഥാനം നിർണ്ണയിക്കുകയും അതിൽ തൊടുകയും എന്നിട്ട് ഉത്തരം പറയുകയും ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. നിങ്ങൾക്കുള്ള സമയം 30 സെക്കൻഡുകളാണ്. ഇനി രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ 30 സെക്കൻഡിന് പകരം 20 സെക്കൻഡിനുള്ളിൽ ഈ ഉത്തരം പറയുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഞാനൊരു 10 പോയിന്റ് സമ്മാനം കൂടി തരും. അങ്ങനെ 30ഉം 10ഉം 40 പോയിന്റുകൾ നേടാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആരംഭിക്കാം. ടീം രാജഗിരി, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ വചനഭാഗമൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അറിയാം. ഉറപ്പാണ്? അതെനിക്ക് സന്തോഷമായി. സാധാരണ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉത്തരം ശ്രമിക്കാം, നോക്കാം, കണ്ടുപിടിക്കാം എന്നൊക്കെയാണ്. അറിയാം എന്ന കോൺഫിഡൻസ് എനിക്കിഷ്ടമായി. ചോദ്യം ഇതാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത്. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ടത്. ഏഴ് സെക്കൻഡ് കൂടി. 3, 2, 1. ടൈം ഔട്ട്. എന്തു പറ്റി? ടൈം ഔട്ടായ ആ സമയത്താണ് കണ്ടത്. ഏതായാലും ഒന്ന് വായിച്ചു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് എന്ന വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പൂടെ വേഗത്തിൽ ആ പേജുകൾ മറിഞ്ഞിരുന്നെങ്കിൽ 30 പോയിന്റ് നിങ്ങളുടെ പോക്കറ്റിലായേനെ. അടുത്ത ചോദ്യം ടീം താവളത്തിനുള്ളതാണ്. താവളം തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. ആറ്, 5. ടൈം ഔട്ട്. കിട്ടിയായിരുന്നു അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞു തുടങ്ങിയില്ല? കൃത്യസമയത്ത് പറഞ്ഞോട്ടെ. 0-ൽ എത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങുമെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സഹായിക്കാൻ പിന്നെയും പറ്റിയാൽ. നിങ്ങളത് ചെയ്തില്ല, സാരമില്ല, അത് വായിച്ചോളൂ. അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. കടൽ തീരത്ത് തുകൽപ്പണിക്കാരനായ ശിമയോന്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു. നീ സൗമ്യനസ്വത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ഞങ്ങൾ ദൈവസന്നിധിയിൽ സന്നദ്ധരായിരിക്കുന്നു എന്നാണ് ആ വചനഭാഗം. ഒരല്പ സെക്കൻഡുകൾ, ഒരു ചെറിയൊരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാഗ്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് 30 പോയിന്റാണ്. വിഷമമായോ? ചെറിയ വിഷമമുണ്ട്. ചെറിയ വിഷമേ ഉള്ളൂ. ഇതിനൊക്കെ നന്നായി വിഷമിക്കാവുന്നതാണ്. ടീം പരുത്തിക്കാട്, ഇത് വളരെ നിർണായകമായൊരു സമയമാണ്. നിങ്ങളുടെ എതിരാളികൾ 2 പേർക്കും കിട്ടാതിരിക്കുകയും നിങ്ങളുടെ മുൻപിൽ ഈ അവസരം വന്നു ചേരുകയും ചെയ്തിരിക്കും. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഉത്തരം പറഞ്ഞാൽ
നിങ്ങളുടെ ഭാഗതയും അത് മാറ്റിമറിക്കും. റെഡിയാണ്? എവിടെ നിന്ന് ചോദിച്ചാലും പറയൂ. എങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകരെയും ഇവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. സമയം ആരംഭിച്ചു. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചു. ഏതായിരുന്നു വചന ഭാഗം? മത്തായി 5-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ ഉത്തരം പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് പറയാമോ? 20 സെക്കൻഡിനുള്ളിൽ 20 സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങളെ കാത്തിരിക്കുന്ന എത്ര പോയിന്റാണ്? 40. അഭിനന്ദനങ്ങൾ. നിങ്ങളെ കാത്തിരിക്കുന്നത് ആ 40 പോയിന്റുകളാണ്. ഈ വചനഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അതിൽ വിഷമിക്കണ്ടെന്ന്, ആനന്ദിച്ചാഹ്ലാദി. ഈശോ പറയുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് പറയുന്ന കാര്യമാണോ അത്? തൻ്റെ അണികളോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് നല്ല പീഡനമുണ്ട്, അത് വിഷമിക്കണ്ട, നിങ്ങളെക്കാളും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നേ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് തന്നെയാണ് ബാക്കിയിരിക്കുന്നത് എന്നാണ് ഈശോ അവരോട് പറയുന്നത്. ഈ റൗണ്ടിൻ്റെ അത്യന്തം രസകരമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. ഈ ഘട്ടം പരിപൂർണമായും ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയല്ല, ഉത്തരം ചെയ്യുകയാണ്. ഒരു നിധി പല ഭാഗങ്ങളാക്കി ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു വചനഭാഗം അതിനെ വാക്കുകളായി വിഭജിച്ച് ഇവിടെ നൽകിയിരിക്കുകയാണ്. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുമ്പോൾ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം ഏതാണ് എന്ന് കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിയുമ്പോൾ അത് ഈ ഡിസ്പ്ലേ ബോർഡിൽ ക്രമമായി അടുക്കി വയ്ക്കുന്നു. 1 മിനിറ്റാണ് നിങ്ങൾക്കുള്ള സമയം. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് അടുക്കി തീർത്ത് അത് വായിച്ചു കേൾപ്പിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ടീം രാജഗിരി, വെൽക്കം. ടീം രാജഗിരി റെഡിയാണ് അല്ലേ? എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഇരുപത് സെക്കൻഡ് കൂടിയാണ്. വായിക്കാം. 10 സെക്കൻഡ് കൂടി. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം. നിങ്ങളുടെ ഉത്തരം ശരിയാണോ? പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു 10 സെക്കൻഡ് കൂടി തന്നാൽ നിങ്ങൾ പൂർണ്ണമാക്കുമോ? പൂർണ്ണമാക്കും. ഇതൊരു ചലഞ്ചാണ്. ആ സമയത്ത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 10 പോയിന്റാണ്. എന്നാൽ എന്നിട്ടും നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ ഉള്ള പോയിന്റിൽ നിന്ന് 10 ഞാൻ തിരിച്ചെടുക്കും. ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. അത് കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? ക്രമമായ ഓക്കെയാണ്. എങ്കിൽ വായിക്കൂ, ശരിയാണെന്ന് നോക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഉത്തരം ശരിയാണ്. ടീം രാജഗിരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 10 പോയിന്റുകൾ. ടീം ധാവളം റെഡിയാണ്. റെഡിയാണ്, നമുക്ക് തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്.
25 സെക്കൻഡ് കൂടിയുണ്ട്. 15 സെക്കൻഡ് കൂടി. മൂന്ന് സെക്കൻഡ് കൂടി. ടൈം ഔട്ട്. എങ്ങനെയാണ് ഞാൻ ഒരു 10 സെക്കൻഡോട് തന്നാൽ വല്ലതും നടക്കുമോ? 10 സെക്കൻഡ് കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വചനം ഏതാണെന്ന് മനസ്സിലായോ? അറിയില്ല. അറിയില്ല. വചനം ഇങ്ങനെയാണ്: അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. ടീം പരുത്തിക്കാട് വരൂ. നമുക്ക് എന്നാൽ തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്. ഇരുപത് സെക്കൻഡ് കൂടി. അഞ്ച് സെക്കൻഡ്. 4, 3, 2, 1. ടൈം ഔട്ട്. ഒരു 10 സെക്കൻഡ് കൂടി തന്നാൽ നിങ്ങളിത് പൂർത്തീകരിക്കുമോ? 10 സെക്കൻഡിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ 10 പോയിന്റ് തിരിച്ചെടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് തരും. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു. ശരി, ചെയ്യാം എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ്. ടൈം ഔട്ട്. ഇങ്ങനെയാണത്. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചത്. അത്രയും വളരെ ചെറിയൊരു വചനഭാഗമാണ്. നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവാൻ വഴിയില്ല. കാരണം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന 2 ടീമുകളും ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്കൊരു ചെറിയ വിഷമത്തിന് സാധ്യതയുണ്ട്. 10 പോയിന്റ് തിരിച്ചെടുക്കുകയാണ്. വിഷമമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. മെയിൻ ടീം 10 പോയിന്റ് തിരിച്ചു തരണം. തന്നോളൂ. ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന 5ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ പോയിന്റ് നില എന്ന് പരിശോധിക്കാം. ടീം താവളം 160 പോയിന്റ്സ്, ടീം പരുത്തിക്കാട് 140 പോയിന്റ്സ്, ടീം രാജഗിരി 180 പോയിന്റ്സ്, ഈ റൗണ്ട് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നിയമങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ്. 3 ചോദ്യങ്ങൾ വരെയാണ് നിങ്ങൾക്ക് ഒരു ടീമിന് നേരിട്ട് തുടർച്ചയായി സ്വീകരിക്കാം. അതിന് വില നൽകണം. ഈ മത്സരത്തിൽ ജയിക്കാൻ അറിവ് മാത്രം പോരാ, ആലോചന കൂടി വേണം. നിങ്ങൾ റെഡിയാണോ? ടീം താവളം, എന്താണ് നിങ്ങളുടെ സ്ഥിതി? സേഫ് എന്ന് പറയാനില്ല. 20 പോയിന്റിന്റെ വ്യത്യാസമാണ്. 20 പോയിന്റ് വ്യത്യാസം മാത്രം. ഈ റൗണ്ട് മുഴുവൻ കിട്ടിയാൽ നിങ്ങൾക്ക് അതിലെത്താൻ പറ്റും. നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മുന്നോട്ട് പോവുകയാണ്. 1ാമത്തെ ചോദ്യം 30 പോയിന്റ് എടുക്കുകയാണ്. എടുക്കും. 30 പോയിന്റ് കിട്ടിയാൽ തൽക്കാലത്തേന് നിങ്ങൾ 1ാം സ്ഥാനത്തെത്തും. ചോദ്യം ഇതാണ്: പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രസ്താവനയാണ്. എന്തിനെക്കുറിച്ചാണ്? എന്താണ് അതിന്റെ അർത്ഥം? പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും കുറിച്ചുള്ള പ്രസ്താവനയാണ്. പഴയ നിയമത്തിലുള്ളത് എന്താണോ അതിനെ പൂർത്തിയാക്കുകയാണ് പുതിയ നിയമം ചെയ്തിരിക്കുന്നത്. ടീം താവളം, നിങ്ങളുടെ ഉത്തരം
ശരിയാണ്. ഈ ഒരു പരിധി വരെ ശരിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് തരാം എന്നാണ് ക്വിസ് മാസ്റ്ററുടെ തീരുമാനം. പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകും. ടീം താവളം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൂർണ്ണമായ മനസ്സോടെ അല്ലെങ്കിലും നിങ്ങൾക്ക് 60 പോയിന്റുകൾ തരികയാണ്. അഭിനന്ദനങ്ങൾ. തന്നതിൻ്റെ കാരണം നിങ്ങളുടെ ആശയം പൂർണ്ണമാണ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ വില 40 പോയിന്റാണ്. വേണോ? പോകാം, മുന്നോട്ട് പോകാം. ചോദ്യം എടുക്കാം അല്ലേ? കഴിഞ്ഞ ഇത്ര എളുപ്പമുള്ള ഒരു ചോദ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിന്റെ പേടിയില്ലേ? ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു അവരുടെ പിന്തുണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാ പിന്നെ കഴിഞ്ഞ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം എടുക്കാത്തത്? ശരി, 40 പോയിന്റുകൾ തന്നോളൂ. 40 പോയിന്റിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: തിരുസഭയ്ക്ക് താങ്ങും ശക്തിയും സഭാതനയർക്ക് കരുത്തും ആത്മാവിന് പോഷണവും ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവും ആകത്തക്ക വിധം ബലവും കഴിവുമുള്ളതാണ് ദൈവവചനം. ഇതുദ്ധരിച്ചിരിക്കുന്നത് CCCയുടെ 131 പാരഗ്രാഫിലാണ്. ഇത് എവിടെ നിന്നാണ് ഈ CCCയിൽ ഉദ്ധരിച്ചിരിക്കുന്നത്? ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന്? ഏത് ഡോക്യുമെന്റിൽ നിന്ന്? പതിനഞ്ച് സെക്കൻഡ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ ഒരു വചനഭാഗം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ടീം താവളം, ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. DV. എന്താണത്? ദൈവവർബം. ദൈവവർബം. ദൈവവർബം എന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റാണ് ദൈവവർബം. ദൈവ വചനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്നാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ തന്നെ ഫുട്നോട്ടിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലേ? ശരി, അടുത്ത ചോദ്യം 50 പോയിന്റിൻ്റെതാണ്. എടുക്കണം? വേണ്ട, ഞങ്ങൾ ക്വിറ്റ് ചെയ്യാണ്. നിങ്ങൾ ക്വിറ്റ് ചെയ്യാണ്. ടീം പരുത്തിക്കാട്, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി? CCC ആയതുകൊണ്ട് ഒരു പേടിയുണ്ട്. നിങ്ങൾ പുറകിൽ തന്നെയാണോ? ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അതെ. ഇതിലെല്ലാ പോയിന്റും കിട്ടിയാൽ നിങ്ങൾ മുകളിലെത്തുമോ? അതെ, അതിന് അത്ര പഠിച്ചിട്ടില്ല. അത്ര പഠിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്. ചോദ്യം വേണോ? വേണ്ട. 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 ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വേണ്ട. ശരി, രണ്ടാമത്തെ ചോദ്യം 40 പോയിന്റ് തന്നാൽ 80 കിട്ടുന്നത് വേണം? വേണ്ട, ക്വിറ്റ് ചെയ്യണം. വേണ്ട. മൂന്നാമത്തെ ചോദ്യം 100 പോയിന്റിന്റെ വേണോ? വേണ്ട. 100 പോയിന്റ് ആണ്. രണ്ടാം സ്ഥാനത്തേക്ക് കയറിയാലോ? തെറ്റിയാ പോയില്ലേ? തെറ്റിയാ പോവും. വേണ്ട. ശരി, നിങ്ങൾക്ക് എടുക്കാമായിരുന്ന ചോദ്യങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. ടീം രാജഗിരി, എന്താണ് നിങ്ങളുടെ പദ്ധതികൾ? നിങ്ങളുടെ സ്ഥിതി ഇപ്പൊ എന്താണ്? സ്ഥിതി ഇപ്പോ ഞങ്ങളും താവളവും തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അതെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. മുമ്പോട്ട് പോകാനാണ് തീരുമാനം. എന്തായാലും ഒപ്പത്തിനൊപ്പമാണ്. ഇനി താഴത്തോട്ട് പോയാലോ? സാരമില്ല, അതാണ് ദൈവഹിതം എന്ന് വിചാരിക്കാം. ഞങ്ങള് CCC ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം മനസ്സിലാക്കിയാണെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഹെൽപ്പ് ചെയ്യാനൊന്നും അങ്ങനെ കാര്യമായിട്ട് ആരെയും കിട്ടിയില്ല. ആണോ? ശരി, നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം 30 പോയിന്റ് തരണം. ചോദ്യം ഇതാണ്. ടീം രാജഗിരി, സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് കടലാസ് രേഖകളിലല്ല, പകരം യഥാർത്ഥത്തിൽ എവിടെയാണ്? സഭയുടെ ഹൃദയത്തിൽ. ഉത്തരം ശരിയാണത്. സഭയുടെ ഹൃദയത്തിലാണ് എന്നതാണ് അതിന്റെ ഉത്തരം. സത്യത്തിൽ ദൈവവചനം രേഖപ്പെടുത്തിയത് കടലാസുകളിലല്ല, കടലാസിലാണ്. പക്ഷേ തിരുസഭ പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, അത് സഭയുടെ ഹൃദയത്തിലാണ് രേഖപ്പെടുത്തിയത്. സഭയുടെ ഹൃദയത്തിൽ നിന്ന് കടലാസ് താളുകളിലേക്ക് പകർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്രിസ്തു എന്ത് പഠിപ്പിച്ചു, അപ്പസ്തോലന്മാരെന്ത് സ്വീകരിച്ചു, അവരോട് ചേർന്ന് സഭ എന്ത് ജീവിച്ചു, അതാണ് വിശുദ്ധ ഗ്രന്ഥം. പഴയ നിയമമൊക്കെ അതിൽ പൂർത്തിയാകാനിരിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ആകമാനം പറയാവുന്നത് സഭയുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ടീം രാജഗിരി,
നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് ഇപ്പൊ എന്ത് തോന്നുന്നു? ദൈവാനുഗ്രഹം കൊണ്ട് വിജയിച്ചു. ശരിയായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്നു 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അപ്പോൾ രാജഗിരി, ഇപ്പോഴെന്താണ് നിങ്ങളുടെ സ്ഥിതി? ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ടീമിനേക്കാൾ 30 പോയിന്റ് മുകളിലാണ്. അതെ. നിങ്ങൾ ഈ 40 പോയിന്റ് തിരിച്ചു തന്നാൽ നിങ്ങൾ വീണ്ടും താഴത്തോട്ട് പോകും. സാരമില്ല, 40 പോയിന്റ് ദൈവം ഞങ്ങൾക്ക് തന്നാലോ? അതൊരു നല്ല പ്രതീക്ഷയാണ്. തരും. ചോദ്യം ഇതാണ്: കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിന്റെ പരിപാലനത്തിലും പരിശീലനത്തിലും പ്രഘോഷണത്തിലുമൊക്കെ മെത്രാന്മാർക്കാണ് പ്രാഥമിക ദൗത്യം. അവരുടെയും വിശ്വാസികളുടെയും ഇടയിൽ എന്തുണ്ടാകേണ്ടതുണ്ട് ഇതിനുവേണ്ടി എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ചോദ്യം ആവർത്തിക്കാം. കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിന്റെ പരിപാലനത്തിലും പരിശീലനത്തിലും പ്രഘോഷണത്തിലുമൊക്കെ മെത്രാന്മാർക്കാണ് പ്രാഥമിക ദൗത്യം. അവരുടെയും വിശ്വാസികളുടെയും ഇടയിൽ എന്തുണ്ടാകേണ്ടതുണ്ട്, എന്തുണ്ടായാലാണ് സംഭവിക്കുക എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അവർക്കിടയിൽ എന്തുണ്ടായാലെന്നാണ്. സമയം അവസാനിക്കുന്നു. ടൈം ഔട്ട്. ടീം രാജഗിരി, നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: അവർക്കിടയിൽ നിർണായകമായ ഒരു യോജിപ്പ് സംജാതമാകണം എന്നാണ്. ഇവരുടെ ഈ പ്രാഥമിക ദൗത്യം അത് അർത്ഥപൂർണമാകാൻ അവരും ജനങ്ങളും തമ്മിൽ ഒരു നിർണായകമായ സംയോജനം, യോജിപ്പ് സംജാതമാകണം എന്നാണ് അതിൻ്റെ ഉത്തരം. കയ്യിലുണ്ടായിരുന്ന 30 പോയിന്റിന്റെ ലീഡ് എടുത്ത് അവസാന നിമിഷം ഇനി വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ച് തന്ന് താഴേക്ക് പോയിട്ട് നിൽക്കുകയാണ്. ഇനി പ്രതീക്ഷയുണ്ട്. 50 പോയിന്റ് തന്നാൽ 100 ഞാൻ നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്നത്. എന്ത് വേണം? 50 എടുത്ത് 1-ാം സ്ഥാനത്തേക്ക് കയറണം. 1-ാം സ്ഥാനത്തേക്ക് കയറുന്ന ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അതെടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും? എടുത്തിട്ട് കിട്ടിയില്ല എന്തെങ്കിലും സംഭവിക്കും? അതെടുത്തിട്ട് ഞങ്ങള് 3-ാം സ്ഥാനത്തേക്ക് പോകും കിട്ടിയില്ലെങ്കിൽ. ആണോ? അപ്പൊ ഞങ്ങള് പുറത്താവുമല്ലോ. എന്താണ് നിങ്ങളുടെ തീരുമാനം? അതുകൊണ്ട് ഞങ്ങള് ക്വിറ്റ് ചെയ്യാണ്. നിങ്ങൾ ക്വിറ്റ് ചെയ്യുക. ശരി, നിങ്ങളുടെ തീരുമാനത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സ്കോർ ബോർഡിലേക്ക് പോകാം. നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് 5-ാമത്തെ റൗണ്ടും അവസാനത്തെ ചോദ്യവും പൂർത്തിയാകുമ്പോൾ വിജയികളുടെ നില ഇങ്ങനെയാണ്. 3-ാം സ്ഥാനത്ത് 140 പോയിന്റുമായി ടീം പരുത്തിക്കാട്. 2-ാം സ്ഥാനത്ത് 150 പോയിന്റുമായി ടീം താവളം. 1-ാം സ്ഥാനത്ത് 170 പോയിന്റുമായി ടീം രാജഗിരി. ടീം പരുത്തിക്കാട് തീരെ മാർക്ക് കുറഞ്ഞില്ല. നിങ്ങൾ നന്നായി മത്സരിച്ചു. നിങ്ങൾ ചെറിയ ഇടവകയ്ക്കാണ് എങ്കിൽ പോലും അതിനെയൊക്കെ അതിലംഘിക്കുമാറ് നിങ്ങൾ നന്നായിട്ട് തന്നെ പങ്കെടുത്തു. ടീം പരുത്തിക്കാട്, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടു കൂടെ യാത്രയാക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ 2-ാം റൗണ്ടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്തയാഴ്ച പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ സംരക്ഷണം അനുഭവിക്കുക. കർത്താവായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.